പാലിന് എന്താണ് കുഴപ്പം? അപ്പോൾ പാലില് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ് അവിടുത്തെ പ്രശ്നം. പാലിൽ വേറൊരു പ്രശ്നമാണ് സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അതിനകത്ത് കേസിൻ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്. ആ കമ്പോണന്റിന് ഇൻഫ്ലമേഷൻ മാത്രമല്ല ഹോർമോണൽ ഇംബാലൻസ് എന്നുള്ളത് ഗവേഷണം കണ്ടുപിടിച്ചാണ്, അല്ലാതെ ഞാനിവിടെ ഇരുന്ന് പ്രഖ്യാപിക്കുന്ന അല്ല ഇതൊന്നും. പാൽപ്പൊടിയൊക്കെയാണോ? പാൽപ്പൊടിയും ഇത് തന്നെയല്ലേ. പിന്നെ ഞാനൊരു കാര്യം പറയാട്ടോ, എൻ്റെ അച്ഛന് ഒരു 3-4 പശു ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ചൂടോടുകൂടിയുള്ള പാല് കിട്ടും. അത് നമ്മൾ കഴിച്ചാൽ അത്രയും പ്രശ്നമില്ല. ഇപ്പോഴുള്ള നമ്മൾ പറയുന്ന പ്രോസസ്ഡ് മിൽക്കും അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയായിരിക്കും നല്ലത്. പക്ഷെ അതുപോലെ തന്നെ ആട്ടിൻ പാലെന്ന് പറയുന്ന ആടിൻ്റെ പാലും പറഞ്ഞ പോലെ കുറച്ച് ഹെൽത്തിയാണ്. പക്ഷെ ഈ പറഞ്ഞ അലർജി ഉള്ളവർ ഇത് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ്, അതുപോലെ തന്നെ മെനോപോസ് ആയിട്ടുള്ള ലേഡീസൊക്കെ, അതുപോലെ പെരിമെനോപോസ്, ഇവരും പാലൊന്നും ഉപേക്ഷിച്ചൊരു 10 ദിവസമൊന്നും മാറ്റി നിർത്തി നോക്കി അവർക്ക് അതിൻ്റേതായിട്ടുള്ള വയറിൻ്റെ സുഖവും അതുപോലെ അവരുടെ ഈ മൂഡ് വേരിയേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്താൽ അതിൻ്റെ അർത്ഥം 2 ഗ്ലാസ് പാൽ കുടിക്കുന്ന ലേഡീസിനോടൊക്കെ ഞാൻ പറഞ്ഞു പാലൊന്ന് ഒരു 15 ദിവസം എനിക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു ശരി കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്, വയറൊക്കെ ഇപ്പോൾ നല്ല ഓക്കെ എന്ന് പറഞ്ഞു.